ഹായ്, ഇക്കയുടെ കൂട്ടുകാരനുമൊത്ത് എന്ന കഥയുടെ ഫുൾ വേർഷനാണിത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മുമ്പിട്ടിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ ബാക്കി ചോദിച്ചതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിടുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഈ കഥയിലെ നായിക ഫൗസിയാണ്. അപ്പോൾ ഞാനിനി ഫൗസിയായിട്ട് തന്നെ സംസാരിക്കാം. എൻ്റെ പേര് ഫൗസിയ. ഞാനീ പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരനുഭവമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ അറിവിൽ ഒട്ടുമിക്ക പെൺപിള്ളേരിലൂടെയും കടന്നു പോകുന്ന ഈ അനുഭവം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. കറക്റ്റ് സ്ഥലം ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. 5-6 വയസ്സ് വരെ അധികം തടിയൊന്നും ഇല്ലാത്ത ഞാൻ 10ാം ക്ലാസ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം തടിച്ചു. എൻ്റെ തടിയും എല്ലാത്തിൻ്റെയും ആവശ്യത്തിൽ കൂടുതലുള്ള വലുപ്പവും കണ്ട് ഉമ്മക്ക് ആദ്യ കയറാൻ തുടങ്ങി. വീട്ടിൽ ആര് വന്നാലും പോയാലും ഉമ്മയ്ക്ക് പറയാനുള്ളത് എൻ്റെ തടിയെ പറ്റിയാണ്. ചെന്നൈയിൽ ബേക്കറി ഉടമയായ എൻ്റെ ഉപ്പ വിളിക്കുമ്പോഴും വരുമ്പോഴുമെല്ലാം പിന്നെ എൻ്റെ കാര്യമായി ചർച്ച. അങ്ങനെ തട്ടിയും മുട്ടിയും ആരെക്കൊണ്ടും ഒരു ചീത്തപ്പേരും വരുത്താതെ ഞാൻ +2 വരെ എത്തി. കാണാൻ അത്യാവശ്യം സുന്ദരി ആയതുകൊണ്ട് തന്നെ എൻ്റെ പിറകെ കുറേ ചെക്കന്മാർ നടന്നിരുന്നു. പക്ഷെ എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനകത്ത് അവരാരും ഉണ്ടായില്ല. കാരണം എൻ്റെ മനസ്സിൽ തെലുങ്ക് നടൻ അല്ലു അർജുനെ പോലെ ഒരു ചെക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും വലയിൽ പോയി ചാടിയില്ല. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷയും താളം തെറ്റിച്ചുകൊണ്ടാണ് ഉപ്പയുടെ ആ വരവ്. ചെന്നൈയിൽ നിന്നും ഉപ്പ വന്നത് എനിക്കൊരു ചെക്കനെയും കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു. ഉപ്പയുടെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ മകൻ. അല്ലു അർജുൻ്റെ അത്രയും വരില്ലെങ്കിലും എനിക്കാളെ ഇഷ്ടപ്പെട്ടു. ഇനിയും കെട്ടാതെ നിന്നാൽ തടി കൂടി പണി കിട്ടുമെന്ന് കരുതി അവർ അതങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ സംഭവബഹുലമായി എൻ്റെ കല്യാണം നടന്നു. കൂട്ടുകാരികളും കുടുംബക്കാരും എല്ലാവരും ചേർന്ന് ഒരടിപൊളി കല്യാണമാക്കി. ചെക്കൻ ഗൾഫുകാരനായതുകൊണ്ട് തന്നെ ഒന്നിനും തീരെ സമയമുണ്ടായില്ല. അന്ന് തന്നെ പൊട്ടിക്കാനുള്ളതെല്ലാം അവൻ കയറി പൊട്ടിച്ചു. നമ്മൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ഒന്നടുത്തറിയാൻ പോലും ആ സൂപ്പർ ഫാസ്റ്റ് കുരങ്ങൻ സമയം തന്നില്ല. ഇനി ഞാൻ എൻ്റെ ശത്രുക്കളെ പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മായിയുമ്മയും പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുരുട്ട് പെങ്ങളും. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്രശ്നം. അമ്മായിപ്പൻ പിന്നെ ഗൾഫിലായതുകൊണ്ട് തന്നെ അങ്ങേരുടെ ശല്യം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നായി ഞാൻ തരണം ചെയ്ത് വരുമ്പോൾ ദാ വരുന്നു പുതിയൊരു അതിഥി. അതെ, ഞാനൊരു ഉമ്മയാകാൻ പോകുന്നു. എല്ലാം സടപടേ എന്നായിരുന്നു. എന്തിനു പറയണം, അമ്മാതിരി കളിയല്ലായിരുന്നോ ആ കാലം കളിച്ചത്. പ്രശ്നങ്ങളാൽ നിറഞ്ഞ 10 മാസം കടന്നുപോയി. ഞാൻ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പേര് ഫിദ. ഫിദ പുറത്ത് ചാടും മുമ്പ് അങ്ങേര് ഗൾഫിലേക്കും പറന്നു. കാര്യം കഴിഞ്ഞല്ലോ, പോകണമല്ലോ. കുട്ടി കൂടിയായപ്പോൾ അമ്മായിമ്മയുടെ സ്വഭാവം കൂടുതൽ വഷളായി. കുട്ടിക്ക് മര്യാദക്കൊന്ന് ഫുഡ് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ മടിച്ചു. ഉമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഫിദയ്ക്ക് 2 വയസ്സായി. അങ്ങേരാണെങ്കിൽ വരുന്നുമില്ല. വരാൻ പറയുമ്പോൾ അവിടെ പ്രശ്നമല്ലേ, അതൊന്ന് കുറയട്ടെ, അപ്പോൾ വരാമെന്ന് പറയും. ഞാൻ കുറേ സഹിച്ചു. അവസാനം ഒരു ദിവസം അമ്മായിമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ഫിദയെയും എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നിറങ്ങി. ഉമ്മയോട് പറഞ്ഞു ഞാനിനി അങ്ങോട്ട് പോകില്ല എന്ന്. ഉമ്മ നേരെ അത് ഉപ്പയോട് വിളിച്ചു പറഞ്ഞു. ഉപ്പ ആകെ കലിപ്പായി പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. അങ്ങനെ എൻ്റെ പിന്നീടുള്ള ജീവിതം എൻ്റെ സ്വന്തം വീട്ടിലായി. അങ്ങേരുടെ വല്ലപ്പോഴുമുള്ള ഒരു കോള്, അത് മാത്രമായിരുന്നു എനിക്ക് അങ്ങേരിൽ നിന്നും കിട്ടിയത്. നാട്ടിലേക്ക് വരുന്ന കാര്യം ചോദിച്ചാൽ അപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഫിദയ്ക്ക് വയസ്സ് 3 ആകാറായി. വല്ലതും നടന്നിട്ട് 3 വർഷമായി. ചില നേരങ്ങളിൽ എൻ്റെ മനസ്സ് എന്നെ പല ചിന്തയിലേക്കും കൊണ്ടുപോകും. ഫിദയെ ഓർത്ത് ഞാൻ ഒന്നിനും മുതിരില്ല. സ്വന്തമായിട്ടുള്ള പരിപാടിക്ക് പോലും ഞാൻ ശ്രമിക്കാറില്ല. ഉപ്പ ചെന്നൈയിലായതിനാൽ വീട്ടിൽ ഞാനും ബ്രദറും ഉമ്മയും മാത്രമാണുള്ളത്. കൂടെ ഫിദക്കുട്ടിയും. സോറി,
ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്രദറിനെ പരിചയപ്പെടുത്തിയില്ലല്ലേ? അവൻ്റെ പേര് ഷർഫുദ്ദീൻ, 23 വയസ്സ്. കാര്യമായിട്ട് ജോലിയൊന്നുമില്ലെങ്കിലും ഇടയ്ക്കുപ്പ അവന് ചെന്നൈയിലേക്ക് തൂക്കും. അവിടെ ബേക്കറിയിൽ ആരെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ അവരുടെ പകരമായി മാത്രം. കൂടുതൽ ഉപ്പ അവനെ അവിടെ നിർത്തില്ല. കാരണം ഉമ്മയ്ക്കിവിടെ ആരുമില്ലല്ലോ. ഞാനില്ലാത്ത സമയം ഉമ്മ ഒറ്റയ്ക്കല്ലേ ഇവിടെ. അതുകൊണ്ട് ഇവനൊരു കൂട്ടുകാരനുണ്ട്, റഫീസ്. പണ്ട് മുതലുള്ള കട്ട ചങ്കുകളാണ്. കുറേ കൂട്ടുകാരുണ്ടായിട്ടും ഇത്ര കാലമായിട്ടും ഇവനെ മാത്രമേ അവൻ വീട്ടിൽ കയറ്റത്തുള്ളൂ. രണ്ടാളും കട്ട ഫുട്ബോൾ ഫാൻസാണ്. അവൻ്റെ വീട്ടിൽ കേബിൾ ഇല്ലാത്തതുകൊണ്ട് പല വലിയ മാച്ച് കാണാനും അവൻ എൻ്റെ വീട്ടിലേക്കാണ് വരാറ്. അതും രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും മാച്ച് ഉണ്ടാവുന്നത്. ഞാൻ ഇതുവരെ അവനെ വേറൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അവനും അതുപോലെ എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ സംഭവം നടക്കുന്നത് വരെ. വീട്ടിൽ എന്ത് പണിയുണ്ടെങ്കിലും ഷറഫുക്ക അവനെയും കൂട്ടും. അതിപ്പോൾ അവൻ്റെ വീട്ടിലാണെങ്കിൽ ഇവനും പോകും കേട്ടോ. ഒരു ദിവസം വീട്ടിലെ മോട്ടോർ കേടായി. ടാങ്കിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. അന്ന് ഞങ്ങളുടെ മോട്ടോർ കിണറ്റിൽ ഇറക്കി വെക്കുന്ന മോട്ടറല്ലായിരുന്നു. പകരം കിണറിൻ്റെ മുകളിൽ കിണറിനോട് ചേർന്ന് വെച്ച രീതിയിലുള്ള ഒരു മോട്ടറായിരുന്നു. സംഭവം അന്വേഷിക്കാൻ കൂട്ടുകാർ 2 പേരും ടൂൾസ് എല്ലാം എടുത്ത് പണിക്കിറങ്ങി. പകുതി അഴിച്ചെടുക്കും. നടക്കില്ലെന്ന് മനസ്സിലാകുമ്പോൾ ടൗണിൽ പോയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വരും. ഏതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. എന്തായാലും അവർ അഴിച്ചെടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും ഫിദയും ഒരു സപ്പോർട്ടിന് കൂടെ നിന്ന് കൊടുത്തു. ഓരോന്ന് മിണ്ടിയും പറഞ്ഞും അവരോരോ സ്ക്രൂ വെച്ച് അഴിച്ചെടുത്തു. ഷർഫുക്ക എന്നെ കാണിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കാണിക്കുന്നുണ്ട്. ഫാനെല്ലാം നല്ലപോലെ കറങ്ങുന്നുണ്ട്. വേറെന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നും. പെട്ടെന്ന് ഷർഫുക്ക എന്നോട് പറഞ്ഞു, ഡി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോവാനോ? ഞാൻ അവനോട് ചോദിച്ചു. അതേടി, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ആ അടിപൊളി, നിനക്ക് മുട്ടാൻ പറ്റിയ സമയം. വെള്ളമില്ലാത്ത ഈ സമയത്ത് തന്നെ ഈ അവസ്ഥ വരണം. ഞാൻ പറഞ്ഞു. എടാ, അതിന് ടാങ്കിൽ വെള്ളമില്ലല്ലോ. വെള്ളം കോരാൻ കയറുണ്ടോ? റഫീസ് അവനോട് ചോദിച്ചു. ഇല്ലടാ, അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല, ഷർഫുക്ക പറഞ്ഞു. ഡാ, അർജൻറ്റാണോ നിനക്ക്? ഞാൻ അവനോട് ചോദിച്ചു. അതേടി, എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല, അവൻ പറഞ്ഞു. ആ ഡാ, നീ ഒരു കാര്യം ചെയ്, എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വാ, റഫീസ് അവനോട് പറഞ്ഞു. ഒന്ന് പോടാ, എനിക്കൊന്നും വയ്യ. നിൻ്റെ ഉമ്മ എന്ത് വിചാരിക്കും? ഷറഫൊക്കെ പറഞ്ഞു. എന്ത് വിചാരിക്കാൻ, നീ ചെല്ലടാ, റഫീസ് വീണ്ടും പറഞ്ഞു. ഒന്ന് പോടാ, ഞാനൊന്നും പോകില്ല. അവിടെ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഉണ്ടാവും. ഓ, അതൊന്നും കുഴപ്പമില്ലടാ, നീ പോയിട്ട് വാ, വെറുതെ സീനുണ്ടാക്കണ്ട. അതേടാ, അവൻ പറഞ്ഞത് ശരിയാ, നീ പോയിട്ട് വാ, ഞാനും അവനോട് പറഞ്ഞു. കാര്യം അറിഞ്ഞു ഉമ്മയും അവനോട് പറഞ്ഞു റഫീസിൻ്റെ വീട്ടിൽ പോകാൻ. പക്ഷെ അവൻ്റെ നാണം അവനെ അതിന് സമ്മതിക്കുന്നുണ്ടായില്ല. അത് മനസ്സിലാക്കിയ ഉമ്മ അവനോട് പറഞ്ഞു, നീ ആ ബൈക്കെടുത്ത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാൻ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ടെങ്കിലും ഉമ്മ പറഞ്ഞത് കേട്ട് അവന് സന്തോഷമായി. അവൻ വേഗം ബൈക്കെടുത്ത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പറന്നു. റഫീസിനെ സഹായിക്കാൻ ഞാൻ അവിടെ തന്നെ നിന്നു. ഉമ്മ അകത്തേക്ക് പോയി, കൂടെ ഫിദയും. ഡാ, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പോയി ആ ഇലക്ട്രീഷ്യൻ ബഷീറിനെ വിളിച്ചിട്ട് വാ. ഷർഫ് വന്നാൽ സമ്മതിക്കില്ല, ഞാൻ റമീസിനോട് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ, നീ ഒന്ന് അടങ്ങി നിൽക്ക്. അല്ല, ഷർഫ് എന്താ ബഷീറിനെ വിളിക്കാൻ സമ്മതിക്കാത്തത്? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റഫീസ് എന്നോട് ചോദിച്ചു. ആഹാ, അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ? ഞാൻ കരുതി നിനക്കറിയാമെന്ന്. നിങ്ങൾ വലിയ ചങ്കുകളല്ലേ? എന്നോടവൻ ഒന്നും പറഞ്ഞിട്ടില്ല. മുമ്പ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിന് അവനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല. അത് എന്താണെന്നറിയോ? പണ്ടൊരിക്കൽ ഇവിടുത്തെ ഫ്യൂസ് പോയപ്പോൾ അതൊന്ന് ഇട്ട് തരാൻ ഷർഫു അവനെ വിളിച്ചു. മേലെ വീട്ടിൽ ജോലിക്ക് വന്നതായിരുന്നു ബഷീർ. അപ്പോൾ ഷർഫിന് ഫ്യൂസ് കെട്ടാൻ അറിയില്ലേ? അവൻ ചോദിച്ചു. അന്ന് അവനതൊന്നും അറിയില്ലായിരുന്നടാ. എന്നിട്ട്
എന്നിട്ട് ബഷീർ വന്ന് ഫ്യൂസ് കെട്ടി. അറിയുന്ന ആളല്ലേ, പോരാത്തതിന് ഞങ്ങളുടെ അകന്നൊരു ബന്ധുവും. ഷറഫ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു എത്രയായെന്ന്. എന്നിട്ട് കേട്ട പാതി ബഷീർ ഒരു 300 രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു. 300ഓ? ഒരു ഫ്യൂസ് കെട്ടാനോ? റഫീസ് അതിശയത്തോടെ ചോദിച്ചു. അതെ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു. അതിനുശേഷം അവൻ്റെ പേര് കേൾക്കുമ്പോൾ ഷറഫുക്കാക്ക് കലിയ. ആ കൊള്ളാം. എടി, നീ വന്ന് ഈ പൈപ്പൊന്ന് പിടിച്ചേ. റഫീസ് എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ നേരെ റഫീസിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത് പിടിച്ചോ, ഊരി പോകാൻ സമ്മതിക്കരുത്. ഞാൻ ഇതും കൂടി ഒന്ന് അഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് റഫീസ് എന്നെക്കൊണ്ട് ആ പൈപ്പ് പിടിപ്പിച്ചു. ഞാനത് മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. പെട്ടെന്നവൻ എന്തോ സ്ക്രൂ അഴിച്ചു. മോട്ടറിൻ്റെ ബാലൻസ് തെറ്റി. ഞാൻ പിടിച്ച പൈപ്പ് മോട്ടറിൽ നിന്നും ഊരിത്തെറിച്ചു. അതിൽ നിന്നുമുള്ള വെള്ളമെല്ലാം എൻ്റെ ദേഹത്തേക്ക് വീണു. എൻ്റെ മുൻഭാഗം നന്നായി നനഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന്. ഞാൻ കുറച്ച് ദേഷ്യത്തോടെ റഫീസിനോട് ചോദിച്ചു. അതിൽ കെട്ടി നിന്ന വെള്ളമാ. ഞാനെന്ത് ചെയ്തു? നീ നല്ലോണം പിടിക്കാനായിട്ടല്ലേ? റഫീസ് പറഞ്ഞു. ഒന്ന് പോടാ, ഞാൻ നന്നായി പിടിച്ചായിരുന്നു. എന്തായാലും നിന്റെ പിടുത്തം കൊള്ളാം. കെട്ടി നിന്ന വെള്ളമെല്ലാം പുറത്തേക്ക് ചാടിയില്ലേ? അവൻ പറഞ്ഞു. ഒന്ന് പോടാ, കളിയാക്കാതെ, ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവൻ എന്നെ ഒന്ന് നന്നായി നോക്കിയിട്ട് തല താഴ്ത്തി പറഞ്ഞു. കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ ഇനിയും കുറേ ഉണ്ടെന്ന്. ആ മുഖഭാവത്തിലും ആ ട്യൂണിലും എന്നെ എന്തോ ആക്കി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവൻ പറഞ്ഞത് ഞാനൊന്ന് റിവേഴ്സ് അടിച്ച് ഓർത്തു നോക്കി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്താ ഇപ്പോൾ ഇവൻ പറഞ്ഞത്? ഇവൻ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ ധൈര്യം വന്നോ? ഡാ, എന്താ നീ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു. അല്ല, പൈപ്പിൽ ഇനിയും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓ, അതായിരുന്നോ? ഞാൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു. ആ അതെ, നീ പിന്നെ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പലതും പൊടി തട്ടി എഴുന്നേറ്റ് വരാൻ തുടങ്ങി. വർഷം 3 ആയില്ലേ? ഫിദയിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. മറ്റൊന്നിലേക്കും എൻ്റെ ശ്രദ്ധ പോയിരുന്നില്ല. എന്നാൽ ഫിദ ഇപ്പോൾ വലുതായി. ഞാനാണെങ്കിൽ ഫ്രീ. പൈപ്പിലെ പോലെ ഇവിടെയും കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ കുറേ. എന്താണ് ഒരാലോചന? റഫീസ് ചോദിച്ചു. എടാ, അത് പിന്നെ. എന്താടി, എന്താ പ്രശ്നം? അല്ല, എന്തല്ല, നീ പോയി ആദ്യമേ നനഞ്ഞ മാക്സി മാറ്റ്. ഷറഫ് വന്ന് കണ്ടാൽ വല്ലതും വിചാരിക്കും. രണ്ടിനത്തിനെയും കൂട്ടിലിട്ട് വെക്കാതെ കാറ്റ് കൊള്ളാൻ ഇറക്കിയതായിരിക്കും അല്ലേടി? അവൻ ചോദിച്ചു. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അവനോട് ചോദിച്ചു. ഡി പോത്തെ, മലകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു, ഒന്ന് താഴേക്ക് നോക്ക്, അവൻ പറഞ്ഞു. കാര്യം മനസ്സിലായി ഞാൻ നേരെ അകത്തേക്ക് ഓടി. എൻ്റെ ഓട്ടം കണ്ട് ഉമ്മച്ചി എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിച്ചു. ഫിദ എൻ്റെ പിറകെ ഓടി. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാൻ നേരെ പോയി കോൾ എടുത്തു. എൻ്റെ വല്യുമ്മയായിരുന്നു കോളിൽ. എന്താടി, ഷറഫുന് വയറിളക്കം പിടിച്ചോ? ആ ഉമ്മ, പിടിച്ചെന്ന് തോന്നുന്നു. ആള് അവിടെ എത്തിയോ? ആ, അവനിവിടെ ഉണ്ട്. നേരെ വന്ന് ബാത്റൂമിലേക്ക് ഓടി കയറിയതാ. എന്നാ അവിടെ പിടിച്ചു വെച്ചോ, എല്ലാം നിന്നിട്ട് വിട്ടാൽ മതി, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വിശേഷങ്ങൾ തിരക്കി ഞാൻ ഫോൺ കട്ട് ചെയ്തു. എന്തായാലും ഷറഫൊക്കെ വരാൻ കുറച്ചുകൂടെ വൈകും. ഞാൻ നേരെ മാക്സ് മാറ്റി അങ്ങോട്ടേക്ക് പോയി. ഒറ്റയ്ക്കായതുകൊണ്ടാണോ ഇനി മോട്ടോർ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ടാണോ എന്നറിയില്ല. ഞാൻ ചെന്നപ്പോൾ റഫീസ് അലക്കുകല്ലിൽ കയറി അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു. എന്താടാ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ഒന്നുമില്ലടി, അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അവൻ പറഞ്ഞു. ആ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അത് പിന്നെ ഞാൻ ശ്രമിച്ചു നോക്കിയതല്ലേടി, അവൻ പറഞ്ഞു. നിൻ്റെ ശ്രമമൊക്കെ കൊള്ളാം, ഞാനൊരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ ശ്രമിക്കാതെ വല്ലതും നടക്കുമോ? അതാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയത്, അവൻ എനിക്കിട്ടൊന്ന് താങ്ങി പറഞ്ഞു. ഡി, നീ ഒന്നിങ്ങ് വന്നേ. ഉമ്മ അകത്ത് നിന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി.
ഉമ്മ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് തന്ന് അവന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതും വാങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ, നീ ഇത് കുടിച്ചോ, ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ പറഞ്ഞു. എന്താടി അത്, അവൻ എന്നോട് ചോദിച്ചു. ഇത് കുറച്ച് മുന്തിരി ജ്യൂസാണ്, കുടിച്ചോ, ചോര വെക്കട്ടെ, ഞാൻ അവനോട് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി അവൻ പറഞ്ഞു. എനിക്ക് ചോരയ്ക്കുണ്ട്, നിനക്കാണില്ലാത്തത്, നീ ആകെ വറ്റി ഉണങ്ങിപ്പോയി. ആടാ, ഞാൻ നിന്നെപ്പോലെ എപ്പോഴും മന്തി മൽഫാം തിന്ന് നടക്കല്ലേ, നിന്നെപ്പോലെ തടിച്ച് കൊഴുത്ത് നടക്കാൻ. ഓ, മന്തി തിന്നിട്ടാണോ ചോര ഉണ്ടാവുന്നെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്, അവൻ ചോദിച്ചു. പിന്നെ എന്ത് കഴിച്ചിട്ടാ, ഞാൻ അവനോട് ചോദിച്ചു. നിനക്കുള്ള മുന്തിരി ജ്യൂസ് എൻ്റെ കയ്യിലുണ്ട്, അത് കുടിച്ചാൽ നിനക്ക് നല്ല മുന്തിയിനം ചോര വരും, അവൻ പറഞ്ഞു. ഓ, അതെനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ, ഞാനൊരു ചെറിയ ചമ്മലോടെ അവനോട് പറഞ്ഞു. അവൻ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് പിറകിൽ നിന്നും ഫിദ, ഉമ്മച്ചി, എനിക്ക് വിശക്കുന്നു. ഡി, ഉമ്മമാൻ്റെ കയ്യിൽ മുന്തിരി ജ്യൂസുണ്ട്, അതങ്ങ് വാങ്ങി കുടിക്ക്, ഞാൻ അവളോട് പറഞ്ഞു. അതൊക്കെ ഞാൻ കുടിച്ചു ഉമ്മച്ചി, എനിക്ക് ബിസ്ക്കറ്റ് വേണം, എന്നവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ അവളെയും എടുത്ത് പോകുന്ന പോക്കിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡാ, എനിക്കൊന്ന് ചോര വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടതും അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഫിദയുടെ കരച്ചിൽ കാരണം ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഫിദയും എടുത്തുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. ഫിദയ്ക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും എടുത്തു കൊടുത്ത് ഞാൻ വീണ്ടും റമീസിൻ്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു, പാത്രം കഴുകാൻ പോലും വെള്ളമില്ല, നീ പോയി ജമീലത്തയുടെ വീട്ടിൽ നിന്നും കുറച്ച് വെള്ളം പിടിച്ചിട്ട് വാ എന്ന്. ഞങ്ങളുടെ അയൽവാസിയാണ് ഈ ജമീലത്ത. വെള്ളമില്ലാതെ ഉമ്മ കിടന്ന് അടുക്കളയിൽ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് എതിർത്തൊന്നും പറയാനും പറ്റിയില്ല. എന്നാൽ റമീസുമായി കൂടുതൽ അടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോൾ എനിക്കാകെ എന്തോ പോലെയായി. ഡി, നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക, പോയി വെള്ളം എടുത്തിട്ട് വാടി, ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി അവിടെ നിന്നാൽ ഇതിലും വലത് കേൾക്കേണ്ടി വരുമെന്ന് കരുതി ഞാൻ 2 ബക്കറ്റും എടുത്ത് ജമീലത്തയുടെ വീട്ടിലേക്ക് നടന്നു. അപ്പോതാ വരുന്നു നമ്മുടെ ഷർഫുക്ക. എന്താടി, നീ എവിടെ പോകുന്നു ഈ ബക്കറ്റുമായി, എൻ്റെ വരവ് കണ്ട് ഷർഫുക്ക ചോദിച്ചു. ഞാനിന്ന് ചന്ദ്രനിലേക്ക് പോവാ, കുറച്ച് വെള്ളം കിട്ടുമെന്ന് നോക്കാനാ, ഞാൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അതെന്ത് പറ്റിയടി, മോട്ടർ ഇതുവരെ ശരിയായില്ലേ, ഷർഫുക്ക ചോദിച്ചു. അതിനാദ്യം അത് നന്നാക്കാൻ അറിയണം, ചുമ്മാ ഷോ കാണിച്ചാൽ പോരാ. ഡി, അതെനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയത് കൊണ്ടല്ലേ. ഓ, അല്ലെങ്കിൽ നീ ഇപ്പോൾ അതങ്ങ് ശരിയാക്കിയാനേ, നീ ഒഴിക്കാനുള്ളതെല്ലാം ഒഴിച്ചു വന്നില്ലേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു. അത് ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം. അല്ല, എവിടെ റമീസ്? ആ, എനിക്കറിയാൻ പാടില്ല, ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, അപ്പോഴേക്കും ഞാനത് ശരിയാക്കാം, ഷർഫൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബക്കറ്റുമായി ജമീലത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ഞാൻ റമീസിനെ അവിടെയെല്ലാം നോക്കി. പക്ഷെ ആ സമയം റമീസിനെ അവിടെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. ജമീലത്തയോട് വിശേഷങ്ങൾ പറഞ്ഞ് വെള്ളമെടുത്ത് വന്നപ്പോഴേക്കും ആശാമാർ 2 പേരും മോട്ടോർ നന്നാക്കാനായി ആളെ തപ്പി ഇറങ്ങിയിരിക്കുന്നു. കാണാതായ റമീസ് ഇപ്പോൾ എവിടെ നിന്ന് പൊന്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എവിടെ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് അവർ മോട്ടോർ ശരിയാക്കി. റമീസിൻ്റെ മനസ്സിലിപ്പ് മനസ്സിലാക്കി ഞാൻ അവനുമായി കൂടുതൽ അടുക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നാലും ഷർഫുക്ക കൂടെ ഉണ്ടാവും. അന്നത്തെ പോലെ ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ പറ്റില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. എങ്ങനെയെങ്കിലും റമീസിൻ്റെ നമ്പർ ഒപ്പിക്കണം. എന്തായാലും ഇക്കയോട് ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചാൽ പിന്നെ അതെന്തിനാന്നുള്ള ചോദ്യം എല്ലാം ഉയരും. അതുകൊണ്ട് തന്നെ ഇക്ക അറിയാതെ ഇക്കയുടെ ഫോണിൽ നിന്നും നമ്പർ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഷർഫുക്ക ഫോൺ താഴെ വെക്കുന്നത് നോക്കിയായി എൻ്റെ നടപ്പ്. ഒരു ദിവസം പുറത്തെവിടെയോ പോയി വന്ന ഇക്ക ഫോൺ ചാർജിലിട്ട് നേരെ കുളിക്കാൻ കയറി. അത് കണ്ട ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തു നോക്കി. ആ തെണ്ടി ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നു. ഒരാഴ്ചക്ക് മുമ്പ് ഒരു ലോക്കും ഇല്ലായിരുന്നു ആ ഫോണിൽ. എൻ്റെ വിധി എന്ന് പറയാലോ. എന്നാണാവോ ഇക്കയ്ക്ക് ലോക്കിടാൻ തോന്നിയത്. ആ പ്ലാനും പൊട്ടിയ ഞാൻ റമീസിൻ്റെ അടുത്ത വരവിനായി കാത്തിരുന്നു.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും ഒരു വലിയ കവറുമായി വീട്ടിലേക്ക് വരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ കവർ നിറയെ മീനുകൾ. നിങ്ങൾക്കിപ്പോഴും കുട്ടിക്കളി മാറിയില്ലേ? ഇപ്പോഴും പിള്ളേരെ പോലെ കുറേ മീനും കൊണ്ട് വന്നേക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു. കുട്ടിക്കളിയൊക്കെ എന്നേ മാറി, ഇനി കാണാൻ കിടക്കുന്നതെല്ലാം വലിയ കളികളാണ് എന്ന് റമീസ് എന്നെ നോക്കി പറഞ്ഞു. ഇക്ക ഉള്ളതുകൊണ്ട് തന്നെ അതിനൊത്ത മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാനൊരു തമാശ രൂപേണ പറഞ്ഞു. രണ്ടും പോത്തുപോലെ വളർന്നു, ഇപ്പോഴും മീനും കോഴിയുമായിട്ട് നടക്കുക, മനുഷ്യന് നാണം കെടുത്താൻ. ഓ, ഒരു നാണക്കാർ വന്നിരിക്കുന്നു. പോരണ്ട് ഗ്ലാസും വെള്ളം എടുത്തിട്ട് വാ, മനുഷ്യന് ദാഹിക്കുന്നു, സർഫുക്ക പറഞ്ഞു. ഞാൻ പോയി 2 ഗ്ലാസ് സർബത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്തു. എന്താ ഇപ്പോൾ ഒരു സർബത്തൊക്കെ? ഈ പാവങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടോ? ഇക്ക എന്നെ ഒന്ന് ആക്കി ചോദിച്ചു. വേണ്ടെങ്കിൽ കുടിക്കണ്ട, ഇങ്ങ് തന്നേക്ക്. അല്ല പിന്നെ, ഞാൻ ഇക്കയോട് പറഞ്ഞു. ഇക്ക റമീസിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ഞാൻ കുറേ നേരം കാത്തിരുന്നു. എങ്ങനെയെങ്കിലും റമീസിനോട് നമ്പർ ചോദിക്കണം എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. റമീസ് ആണെങ്കിൽ ഇക്ക ഉള്ളത് കൊണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഫിദ അടുത്തേക്ക് ഓടി വന്നത്. മീനെ കണ്ടതും അവൾ പിന്നെ അവരുടെ കൂടെ കൂടി. ചെറിയൊരു മീൻ വളർത്തുന്ന കുഴിയുണ്ട് വീട്ടിൽ, അതിലിടാനാണ് ഈ മീനൊക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. റമീസ് സർബത്ത് കുടിച്ച് കഴിയാറായെന്ന് മനസ്സിലായപ്പോൾ ഗ്ലാസ് വാങ്ങാനെന്ന രൂപേണ ഞാൻ റമീസിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ റമീസ് ഗ്ലാസിൻ്റെ കയ്യിൽ തന്നു. ഫിദയും ഇക്കയും അടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്പർ ചോദിക്കാനുള്ള പ്ലാൻ ആകെ മൂഞ്ചിപ്പോയി. ആഗ്രഹം മനസ്സിൽ കയറിയതിൽ പിന്നെ മനസ്സിനെ വിചാരിച്ച പോലെ പിടിച്ചു നിർത്താൻ എനിക്കാകാതായി തുടങ്ങി. ഊണിലും ഉറക്കത്തിലും എല്ലാം എനിക്കൊറ്റ ചിന്തയായി, അവൻ്റെ നമ്പർ. അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഉദിച്ചു. എൻ്റെ കൂട്ടുകാരി ഷംന, എൻ്റെ കൂടെ 5ലും 6ലും പഠിച്ചവൾ. അവളുടെ വീട് റമീസിൻ്റെ വീടിൻ്റെ അടുത്താണ്. പക്ഷെ അവളിപ്പോൾ കെട്ടുവിൻ്റെ വീട്ടിലാണ്. ഒരു കുട്ടിയുണ്ട് അവർക്ക്. എന്നെപ്പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ലൈഫ്. പണ്ടെന്നോ എന്തോ ആവശ്യത്തിന് നമ്പർ മേടിച്ചതാ. 1-2 വട്ടം വിളിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളിയെല്ലാം നിന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ ഭർത്താവ് ഒന്നുമില്ലാതെ ഇരിക്കല്ലേ, അതിൻ്റെ ഒരു പുച്ഛം കാണും. ഏതോ ഒരു പെരുന്നാൾക്ക് വാട്സപ്പിൽ ബക്രീദ് ആശംസകൾ അയച്ചിരുന്നു. അത് വാട്സപ്പിൻ്റെ ഏതോ മൂലയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ആവശ്യമല്ലേ എന്ന് കരുതി ഞാനൊരു മെസ്സേജ് അയച്ചു, ഹായ് എന്ന്. രാവിലെ 8 മണിക്കഴിച്ച മെസ്സേജ് 11ആയിട്ടും അവളൊന്ന് എടുത്ത് നോക്കിയത് പോലുമില്ല. കണ്ടു കാണുമോ? ഇനി ജാട കാരണം മൈൻഡ് ചെയ്യാത്തതാണോ എന്ന് എനിക്ക് സംശയമായി. എന്ന് കരുതി ഞാൻ വീണ്ടും മെസ്സേജ് അയക്കാൻ നിന്നില്ല. ഉച്ചയ്ക്ക് 2 മണിവരെ ഞാൻ ബ്ലൂട്ടിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾ ഒന്ന് എടുത്തുപോലും നോക്കിയില്ല. ഈ പ്ലാനും മൂഞ്ചാൽ പിന്നെ വേറെ വല്ല വഴിയും നോക്കേണ്ടി വരുമെന്നായി എൻ്റെ മനസ്സിലപ്പോൾ. ഒരു നിലയ്ക്കും എൻ്റെ മനസ്സെന്നെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. മെസ്സേജ് എടുത്തില്ലെങ്കിൽ പോട്ടെ, അവളെ കോൾ ചെയ്യാനായി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മനസ്സ്. എന്തിനും ഏതിനും കച്ചകെട്ടി ഇറങ്ങിയ എൻ്റെ മനസ്സിനെ എനിക്ക് തളർത്താനായില്ല. ഞാൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. പക്ഷേ ഫോൺ ഫുൾ റിങ് ചെയ്തിട്ടും അവൾ കോൾ എടുത്തില്ല. ഞാൻ വിട്ടില്ല, വീണ്ടും ട്രൈ ചെയ്തു. പെട്ടെന്ന് ആരോ കോൾ എടുത്തു. പക്ഷേ അത് ഒരാളിൻ്റെ സൗണ്ടായിരുന്നു. ഹലോ, ഷംനയില്ലേ? ഞാൻ ചോദിച്ചു. ആ ഉണ്ട്, ഇതാരാ സംസാരിക്കുന്നേ? അയാൾ ചോദിച്ചു. ഞാൻ അവളുടെ കൂട്ടുകാരിയാ, അവൾക്ക് ഒന്ന് ഫോൺ കൊടുക്കോ? ഞാൻ വീണ്ടും ചോദിച്ചു. അത് അവൾ ഛർദിലും പനിയുമായിട്ട് കിടക്ക, സംസാരിക്കാൻ പറ്റില്ല. അവളുടെ ഫോൺ എൻ്റെ കയ്യിലാണ്, ഞാൻ അവളുടെ ഭർത്താവാണ്, അയാൾ പറഞ്ഞു. അയ്യോ, എന്തു പറ്റി? എപ്പോൾ തുടങ്ങിയതാ? ഞാൻ ചോദിച്ചു. അത് ഛർദിൽ രാവിലെ തുടങ്ങിയതാ, പക്ഷെ പനി ഇന്ന് രാത്രി മുതലേ ഉണ്ടായിരുന്നു. പാരസിറ്റമോളെല്ലാം കൊടുത്തു നോക്കി, എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല, അയാൾ സങ്കടത്തോടെ പറഞ്ഞു. എന്തായാലും ഈ പ്ലാനും പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഒന്ന് സോപ്പിട്ട് വെച്ചേക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞു. സാരമില്ല, അത് മാറിക്കോളും. ഏയ്, അത് കുഴപ്പമില്ല. അല്ല, അവൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആര് വിളിച്ചെന്ന് പറയണം? അയാൾ ചോദിച്ചു. അത് ഫൗസി വിളിച്ചെന്ന് പറഞ്ഞാൽ മതി.
പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. നിൻ്റെ കൂടെ പഠിച്ച നിൻ്റെ നാട്ടുകാരിയാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ പറഞ്ഞു. അതേതാ ഞാനറിയാത്ത അവളുടെ നാട്ടുകാരി ഫൗസിയ? അയാൾ എന്നോട് ചോദിച്ചു. അത് ഞങ്ങൾ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ഓർത്തപ്പോൾ വിളിച്ചതാ. ഞാൻ പറഞ്ഞു. ഓ ആട്ടെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അയാൾ ചോദിച്ചു. അത് അദ്ദേഹം ഗൾഫിലാ. ഏ, ഗൾഫിലോ? ഗൾഫിലെവിടെ? ആ, അതൊന്നും എനിക്കറിയില്ല. എന്താ, അതൊന്നും ചോദിച്ചിട്ടില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, അതൊന്നും ഞാനങ്ങനെ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു. ദാ വരുന്നു അയാൾ അടുത്ത ചോദ്യവുമായി. അതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ, വല്ല ആവശ്യം വന്നാലോ? അയാൾക്ക് ചോദ്യങ്ങൾ നിർത്താനുള്ള ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ, ആവശ്യം എൻ്റേതല്ലേ. ഏയ്, എനിക്കെന്താവശ്യം? ഞാൻ ഗൾഫിലേക്ക് പോകുന്നൊന്നുമില്ലല്ലോ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ മറുപടി പറഞ്ഞു. പെട്ടെന്ന് ആരുടെയോ സംസാരം ഞാൻ അവിടെ നിന്ന് കേട്ടു. അയാൾ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അയാളുടെ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു കോഴിയാണെന്ന്. അവളുടെ കല്യാണത്തിൽ കണ്ട ഒരു മുഖപരിചയം മാത്രം എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും കൊക്കിന് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഷംനയുടെ വിളിക്കായി ഞാൻ കാത്തിരുന്നു. ഫുഡെല്ലാം കഴിച്ച് ഫിദയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദാ ബെല്ലടിക്കുന്നു എൻ്റെ ഫോണിൽ. ഡി, ആ ഫോണൊന്ന് എടുത്തു വന്നേ, ഞാൻ ഫിദയോട് പറഞ്ഞു. പഠിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ അവസരമായതുകൊണ്ട് ഫിദ ഓടിപ്പോയി ചാർജിലിട്ട ഫോൺ എടുത്തുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഷംനയുടെ നമ്പർ. ഞാൻ വേഗം കോൾ എടുത്തു. ഹലോ, എന്താ പരിപാടി? വീണ്ടും അവളുടെ ഹസ്ബൻഡായിരുന്നു കോളിൽ. എന്തെങ്കിലും മറുപടി പറയണമെന്ന് കരുതി ഞാൻ പറഞ്ഞു. ഞാൻ മോളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നെന്ന്. ഓ, കുട്ടികളൊക്കെ ഉണ്ടോ? ഞാൻ നേരത്തെ ചോദിക്കാൻ മറന്നു. എത്ര ആളുണ്ട്? ഒരാളുള്ളൂ, ഞാൻ മറുപടി പറഞ്ഞു. ഓ, എന്താ കുട്ടിയുടെ പേര്? ഫിദ എന്നാ ഞാൻ പറഞ്ഞു. ആൾക്ക് എത്ര വയസ്സായി? 3 വയസ്സ് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഓ, 3 വയസ്സോ? എന്നിട്ടെന്താ ഒരാളിൽ നിർത്തിയത്? അടുത്ത ആളെ നോക്കുന്നില്ലേ? അത് പിന്നെ മൂപ്പരവിടെയാ വന്നിട്ടിപ്പോൾ 3 വർഷമായി. 3 വർഷമോ? അതെന്ത് പറ്റി? ആൾ ചോദിച്ചു. അത് പിന്നെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം മൂപ്പർക്ക് വരാൻ തീരെ താല്പര്യമില്ല. അയ്യോ, അങ്ങനെയാണോ? അല്ല, ഷംനയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ എവിടെയാ? ഞാൻ ചോദിച്ചു. അവൾക്ക് പെട്ടെന്ന് കൂടി. ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ട്രിപ്പിട്ട് കിടക്കുക, അയാൾ പറഞ്ഞു. അയ്യോ, എന്നിട്ട്? ഏയ്, കുഴപ്പമില്ലടോ, ഇപ്പോൾ നല്ല കുറവുണ്ട്. ഇപ്പോൾ ട്രിപ്പിട്ട് കിടക്കുക, ആൾ പറഞ്ഞു. ഡിസ്ചാർജ് എന്നാകും? ഞാൻ അയാളോട് ചോദിച്ചു. ഇന്നില്ല, ഇന്നിവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ആണോ? എന്നാൽ ശരി, ഞാൻ വിളിച്ചെന്ന് പറയണേ. അല്ല, നീ പോവുകയാണോ? അയാൾ ചോദിച്ചു. അതെ, മോളിവിടെ കിടന്ന് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു. പോകല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആൾ പറഞ്ഞു. എന്താ? അല്ല, നിനക്കൊന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാനോ? ഞാനെന്തിനാ വരുന്നേ? അവൾക്ക് ബുദ്ധിമുട്ടുള്ളതുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ എനിക്കൊരു കൂട്ടാവുമെന്ന് കരുതി. നിങ്ങൾക്ക് കൂട്ടോ? നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ അയാളോട് ചോദിച്ചു. അല്ല, ഇവിടെ ഇങ്ങനെ ഭയങ്കര ബോറടിക്കുന്നു. പിന്നെ നിന്നെ ഒന്ന് കാണാമല്ലോ. ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല. അയാൾ ഒരു പേടിയുമില്ലാതെയായിരുന്നു ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഇനി കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു. ഇക്ക, ഞാൻ പോവാണ്. കുട്ടി കരയുന്നുണ്ട്. ഇക്ക പറ്റുമെങ്കിൽ അവളോട് ഞാൻ വിളിച്ച കാര്യമെന്ന് പറയണം എന്നും പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. ഇനി നമ്പർ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൾ വല്ലതും പറഞ്ഞാൽ ആകെ പണി പാളും. ഞാൻ തൽക്കാലം ആ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചു. അങ്ങനെ അന്ന് രാത്രി ഒരു 10 മണിയായി കാണും. ഞാൻ കുട്ടിക്ക് ചോറ് കൊടുത്ത് ഉറക്കാൻ കിടത്തുമ്പോൾ പുറത്തു പോയ ഷർഫുക്കയും റമീസും എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കുട്ടിയെ അവിടെ കിടത്തി ഓടിച്ചെന്ന്
കതക് തുറന്നു കൊടുത്തു. കുട്ടി എവിടെ, ഉറങ്ങിയോ? ഇക്ക ചോദിച്ചു. ഇല്ല, ഉറങ്ങിയിട്ടില്ല, ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. ഉമ്മ എവിടെ? ഉമ്മ കിടന്നു, എന്തോ കയ്യും കാലും വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ, പിന്നെ കറി എന്താ ഉള്ളത് ചോറിന്? ഇക്ക ചോദിച്ചു. മത്തിക്കറിയും മത്തി വറുത്തതും ഉണ്ട്, ഞാൻ പറഞ്ഞു. ആ, അവിടെ വെച്ചേക്ക്, ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കണ്ട, ഇന്ന് കളിയുണ്ട്, അത് കഴിയുമ്പോൾ വിശക്കുമ്പോൾ ഞാനെടുത്ത് കഴിച്ചോളാം, ഇക്ക പറഞ്ഞു. എന്ത് കളി, ഫുട്ബോളോ ക്രിക്കറ്റോ? ഞാൻ ചോദിച്ചു. ഫുട്ബോൾ ആടി, ഇക്ക പറഞ്ഞു. ഇന്ന് ഫൈനലാണ്, ഞാനും റമീസും ഉണ്ട് കാണാൻ. ഇക്ക അത് പറഞ്ഞതും മനസ്സിലടങ്ങി കിടന്ന ലഡ്ഡു പൊട്ടിത്തെറിച്ചു. ഞാൻ റമീസിനെ നോക്കി. റമീസ് പുറത്ത് ബൈക്കിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നത് കണ്ട് ഇക്ക റമീസിനെ അകത്തേക്ക് വിളിച്ചു. ഡാ വാടാ. റമീസ് വേഗം അകത്തേക്ക് കയറി വന്നു. അല്ല, എപ്പോഴാ കളി? ഞാൻ അവരോട് ചോദിച്ചു. അത് 12 മണിക്കാ, ഇക്ക പറഞ്ഞു. 12 മണിക്കോ? അല്ല, അപ്പോൾ ഇപ്പോഴെന്തെങ്കിലും വേണോ കഴിക്കാൻ? ഏയ് വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. ഓഹോ, അത് കൊള്ളാം, പുറത്തുനിന്ന് നല്ലോണം തട്ടിയിട്ടാണ് വന്നിരിക്കുന്നതല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, നെയ്ച്ചോറും ചിക്കൻ പൊളിച്ചതും കഴിച്ചു, റമീസ് പറഞ്ഞു. കൊള്ളാം. റമീസിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. റമീസിനോട് ഒന്ന് സംസാരിക്കാൻ ഞാൻ തക്കം നോക്കി. കുട്ടിയെ ഉറക്കിക്കിടത്തി ഞാൻ ഇക്കയുടെ റൂമിൻ്റെ മുന്നിലൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. ഇക്കയും റമീസും സംസാരിച്ചുകൊണ്ടിരുന്ന് TV കാണുന്നു. എന്നെ കണ്ട ഇക്ക, എന്താടി ഫിദ, നീ ഉറങ്ങുന്നില്ലേ? ഏയ് ഇല്ലിക്ക, അവൾ ഫോണിൽ കാർട്ടൂൺ കാണുക. ഓ മതി, കാർട്ടൂൺ കാണിച്ചു കൊടുത്തത്, കണ്ണ് കേടുവരും, അവൾക്ക് ഉറക്കമില്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് വിട്, ഞാൻ നോക്കിക്കോളാം, ഇക്ക പറഞ്ഞു. ഏയ് വേണ്ടിക്ക, ഞാൻ ഉറക്കിക്കോളാം. അതും പറഞ്ഞ് ഞാൻ പതിയെ അവിടുന്ന് തടി തപ്പി. റൂമിൽ പോയി കിടന്ന എൻ്റെ മനസ്സ് മുഴുവൻ അതിനായി കൊതിക്കാൻ തുടങ്ങി. കാർട്ടൂൺ കണ്ട് ഫിദ അറിയാതെ ഉറങ്ങിപ്പോയി. ഇക്കയുടെ റൂമിൽ നിന്നും TVയുടെ സൗണ്ടും അവരുടെ സംസാരവും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മയും ഉറങ്ങി, ഫിദയും ഉറങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഞാനും അവനും ഈ രാത്രി ഒരു വീടിനുള്ളിൽ, പക്ഷേ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്കാകെ നിരാശ തോന്നി. ഞാൻ ഫോണെടുത്ത് കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടു കിടന്നു. പെട്ടെന്ന് നെട്ടി എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു കിടക്കാൻ പോകുമ്പോഴാണ് എനിക്ക് റമീസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ പതിയെ കാതോർത്തു. TVയിൽ കളിയുടെ സൗണ്ട് മാത്രം കേൾക്കുന്നു. എന്തു പറ്റി, രണ്ടുപേരും ഉറങ്ങിയോ ആവോ? ഞാൻ പതിയെ എഴുന്നേറ്റ് ഇക്കയുടെ റൂമിലേക്ക് നടന്നു. ചാരിയിട്ട കതകിനിടയിലൂടെ നോക്കിയപ്പോൾ ഇക്ക കിടന്ന് കൂർക്കം വലിക്കുന്നു. റമീസിനെ നോക്കിയപ്പോൾ റമീസ് ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പതിയെ കതക് തുറന്നു. ഇത് കണ്ട റമീസ് ആരാണെന്നറിയാതെ നെട്ടി എഴുന്നേറ്റു. റമീസിൻ്റെ കയ്യിൽ നിന്നും ഫോൺ നേരെ താഴേക്ക് വീണു. ഇക്ക അലക്കാൻ കൂട്ടിട്ട ഡ്രസ്സിലേക്കാണ് ഫോൺ പോയി പതിച്ചത്. ഫോണിലെ വെളിച്ചം കണ്ട് ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോൾ ആകെ നെട്ടിപ്പോയി. 3 പേരും ചേർന്ന് ഒരു കിടുക്കാച്ചി പണി നടത്തുന്നു. പിടിവിട്ട ഞാൻ നേരെ ചെന്ന് ആ ഫോൺ എടുത്തു. അതിലേക്ക് ഒന്നുകൂടെ നോക്കി. ഫോൺ കയ്യിൽ പിടിച്ച് ഇക്കയെ നോക്കി. ഇക്ക നല്ല ഉറക്കത്തിലാണ്. റമീസിനെ നോക്കിയപ്പോൾ റമീസ് ആകെ വെപ്രാളത്തിൽ നിൽക്കുന്നു. ഞാൻ പതിയെ റമീസിൻ്റെ ചെവിയിൽ പോയി ചോദിച്ചു. കൊള്ളാലോ നിന്റെ ഫുട്ബോൾ മാച്ച്, നല്ല കളിയാണല്ലോ അവർ കളിക്കുന്നത്, നീ ഇങ്ങനെ കണ്ടിരുന്നാൽ മതിയോ? ഒന്ന് പോ, ആ ഫോണിങ്ങ് കാണിച്ചേ, അവനിപ്പോൾ എഴുന്നേക്കും, റമീസ് പറഞ്ഞു. അവൻ ഉറങ്ങിയാൽ ഇനി നേരം വെളുത്തിട്ട് നോക്കിയാൽ മതിയടാ. ഫോൺ ഞാൻ തരാം, പക്ഷേ ഇവിടുന്ന് തരില്ല, എൻ്റെ കൂടെ മുകളിലെ റൂമിലേക്ക് വാ എന്ന് ഞാൻ പതിയെ അവനോട് പറഞ്ഞു. അത് കേട്ട് പേടിച്ച് അവൻ തലയാട്ടി പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, സമയം പോണ്, ആരെങ്കിലും എഴുന്നേക്കുമെന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയി. മുകളിലെത്തിയതും അവൻ്റെ പേടിയെല്ലാം മാറി. അവൻ ഒരു പടക്കുതിരയെ പോലെ എല്ലാം മറന്ന് കയറി മറിഞ്ഞു. 3 വർഷമായി പൊട്ടാതെ കിടന്നത് എല്ലാം പൊട്ടിച്ചെടുത്തു. പുറത്ത് നല്ല മഴയുടെയും ഇടിയുടെയും സൗണ്ട് കേൾക്കാൻ തുടങ്ങി.
കിട്ടിയ അവസരം ആഘോഷിച്ച് ഞങ്ങൾ പതിയെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി. മുന്നിലായി ഞാനും എൻ്റെ പിറകിലായി അവനും. സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലെത്തിയതും ഹാളിലെ ലൈറ്റ് തെളിഞ്ഞു. ഞാൻ നെട്ടിത്തരിച്ച് നോക്കിയപ്പോൾ നേരെ മുന്നിൽ ഉമ്മ. എന്നെയും റമീസിനെയും കണ്ട് ഉമ്മയും നെട്ടി. റമീസ് എന്നെ തള്ളി മാറ്റി പുറത്തേക്കോടി. ഉമ്മ ദേഷ്യത്തോടെ നേരെ വന്ന് എൻ്റെ മുഖത്തടിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പണിയാടി നീ കാണിച്ചേ? നിനക്കൊരു ബോധമില്ലായിരുന്നോ? മനുഷ്യനെ നാണം കെടുത്താൻ ഇറങ്ങിക്കോളും. ഞാൻ വേഗം ഉമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു, ഉമ്മ മാപ്പാക്കണം, അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഉമ്മ എന്നെ നോക്കി കരയാൻ തുടങ്ങി. ഉമ്മ ഇതാരോടും പറയരുത്, കുറേ വർഷമായപ്പോൾ ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മയും എൻ്റെ കൈ പിടിച്ച് നേരെ റമീസിൻ്റെ അടുത്തേക്ക് നടന്നു. മെയിൻവാതിൽ ലോക്കായതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാതെ റമീസ് അവിടെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. ഉമ്മ റമീസിനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് നമ്മൾ 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. 4മതൊരാൾ ഒരിക്കലും ഇത് അറിയരുത്. അറിഞ്ഞാൽ നിൻ്റെ ലൈഫും പോകും, ഇവളുടെ ലൈഫും പോകും. ഇവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് കൂട്ടുനിന്നത്. ഇനി ഒരിക്കലും ഇത് നിങ്ങൾ ആവർത്തിക്കരുത്. ഉമ്മ അതും പറഞ്ഞ് റമീസിന് കതക് തുറന്നു കൊടുത്തു. അന്ന് നടന്ന ആ സംഭവം ഇത്രയും കാലം ഞങ്ങൾ 3 പേരിൽ മാത്രം ഒതുങ്ങി നിന്നു. എന്നാൽ ഇന്ന് അത് ഞാൻ നിങ്ങളിലും എത്തിച്ചു. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.